Hi all, good evening and welcome back. Welcome to PsyQuesta. അപ്പോ സെക്കൻഡ് ഇയറിന്റെ വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു സബ്ജക്റ്റ് ആണ് BPCC 106 ഡെവലപ്മെന്റ് ഓഫ് സൈക്കോളജിക്കൽ തോട്ട്സ്. ഞാനൊരു 3 വർഷത്തോളമായി ഞാൻ ക്ലാസ് എടുക്കുന്നുണ്ട് ഇതിലേക്ക്. അപ്പോ ഫസ്റ്റ് ഇയറിലും സെക്കൻഡ് ഇയറിലും തേർഡ് ഇയറിലും MA സൈക്കോളജിയിലും വെച്ച് നോക്കുമ്പോൾ എന്നെ ഏറ്റവും അധികം ടച്ച് ചെയ്ത് അല്ലെങ്കിൽ എനിക്ക് ഏറ്റവും അധികം ഇഷ്ടമുള്ള ഒരു സബ്ജക്ട് ഈ ഡെവലപ്മെന്റ് ഓഫ് സൈക്കോളജിക്കൽ തോട്ടാണ്. സത്യം പറയുകയാണെങ്കിൽ ഞങ്ങളുടെ ഡിഗ്രി കാലത്തൊന്നും ഈ ഒരു സബ്ജക്ട് ഉണ്ടായിരുന്നില്ല. നിങ്ങളുടെ ഈ വിഷയത്തിലൂടെയാണ് ഞാൻ കൂടുതൽ സൈക്കോളജിക്കൽ തോട്ട്സ് എവിടെ നിന്നൊക്കെയാ വന്നതെന്ന് മനസ്സിലാക്കി. അപ്പോ ഈ ഡെവലപ്മെന്റ് ഓഫ് സൈക്കോളജിക്കൽ തോട്ട് ഈ പറയുന്ന ആ ഒരു സബ്ജക്റ്റിന്റെ പേര് തന്നെയുണ്ട്. ഈ സൈക്കോളജിക്കൽ തോട്ട് എങ്ങനെ ഡെവലപ്പ് ചെയ്തു വന്നു? നമ്മൾ പല ഫീൽഡും സൈക്കോളജിയിൽ പഠിച്ചിട്ടുണ്ട് അല്ലെ. സ്ട്രക്ചറലിസം, ഫങ്ഷണലിസം, ഗസ്റ്റാൾട്ടിസം, സൈക്കോ അനാലിസിസ്, ഹ്യൂമനിസം, ബിഹേവിയറിസം. ഇതിൽ പല പ്രോമിനന്റ് വ്യക്തിത്വങ്ങളുണ്ട് അല്ലെ. വില്യം വൂണ്ട് മുതൽ വില്യം ജെയിംസ്, ടിച്ച്നർ, അല്ലെങ്കിൽ നമുക്ക് കുറച്ച് പേരുകളൊക്കെ നമുക്ക് അറിയാം. വില്യം വൂണ്ടിനെ അറിയാം, അല്ലെങ്കിൽ നമ്മുടെ സിഗ്മണ്ട് ഫ്രോയിഡിനെ അറിയാം, വാട്സനെ അറിയാം. പക്ഷെ ഇവര് മാത്രമല്ല, കുറെ കോൺട്രിബ്യൂട്ടേഴ്സ് ഉണ്ട് സൈക്കോളജിയിൽ. അത് 1879 വില്യം വൂണ്ട് ലാബ് തുറന്ന് സൈക്കോളജിനെ ഒരു ഇൻഡിവിജ്വൽ ഡിസിപ്ലിൻ ആക്കിയത് മുതൽ ഇന്ന് ഇവിടെ വരെ എത്തുമ്പോൾ ഒത്തിരി പേര് അതിൽ കോൺട്രിബ്യൂട്ട് ചെയ്തിട്ടുണ്ട്. ഇവരൊക്കെ ഏത് രീതിയിൽ കോൺട്രിബ്യൂട്ട് ചെയ്തു, എങ്ങനെ ഇവരൊക്കെ സൈക്കോളജിയെ വളർത്തി, ഇവർക്കൊക്കെ ഇങ്ങനത്തെ സൈക്കോളജിക്കൽ തോട്ട്സ് എങ്ങനെ ഡെവലപ്പ് ആക്കി, അത്തരത്തിലുള്ള കാര്യങ്ങളാണ് ഈ 106 എന്നുള്ള സബ്ജക്റ്റിൽ നമുക്ക് പഠിക്കാൻ. വളരെ ഇൻട്രസ്റ്റിംഗ് ആണ് കേട്ടോ. കാരണം നമ്മൾ ഈ ഓരോരുത്തരെയും ഈ പലരോടും സൈക്കോളജിയുടെ ഫാദർ ആരെന്ന് ചോദിച്ചാലും ഇപ്പോഴും സിഗ്മണ്ട് ഫ്രോയിഡ് എന്ന് പറയുന്നുണ്ട്. എന്തുകൊണ്ടാണ് സിഗ്മണ്ട് ഫ്രോയിഡിനെ ഫാദർ എന്ന് പറയാനുള്ള കാരണം എന്നറിയോ? ഈ സൈക്കോളജിനെ മുഖ്യധാരയിലേക്ക് കൊണ്ടുവരാൻ ഫ്രോയിഡിന് ഒരുപാട് കഴിഞ്ഞിട്ടുണ്ട്. അതായത് സ്ട്രക്ചറലിസം, ഫങ്ഷണലിസം ആണ് ആദ്യത്തെ സ്കൂൾ ഓഫ് സൈക്കോളജി. ഇതൊക്കെ മൈൻഡിനെ പഠിക്കുക എന്ന് മാത്രമുള്ളായിരുന്നു. സ്ട്രക്ചറലിസം, ഫങ്ഷണലിസം ഒക്കെ മൈൻഡിനൊരു വസ്തുവായിട്ട് പഠിക്കുക എന്നുള്ളത് മാത്രമായിരുന്നു. പക്ഷേ സൈക്കോ അനാലിസിസ് വന്നപ്പോഴേക്കും അതൊരു ചികിത്സാ രീതിയായിട്ട് മാറി. അതായത് പിന്നെ മൈൻഡിന്റെ സയന്റിഫിക് പഠനം എന്നുള്ളത് മാറി അതൊരു ചികിത്സയ്ക്ക് ഉപയോഗിക്കുന്ന രീതിയായിട്ട് മാറി. ലോകത്തിലെ ആദ്യത്തെ സൈക്കോളജിക്കൽ ചികിത്സാ രീതിയായിരുന്നു, അല്ലെങ്കിൽ ഒരു തെറാപ്പി ആയിരുന്നു സൈക്കോ അനാലിസിസ്. അപ്പൊ ഇവർ ഓരോരുത്തരുടെയും കോൺട്രിബ്യൂഷൻസ് വെരി വെരി ഇമ്പോർട്ടന്റ്. ഇപ്പൊ മൂണ്ടിനാണെങ്കിൽ അതുവരെ ഫിലോസഫിയുടെയും ഫിസിയോളജിയുടെയും അണ്ടറിലായിരുന്നു സൈക്കോളജി. ഒരു ഇൻഡിവിജ്വൽ ഡിസിപ്ലിൻ ഒന്നും ആയിരുന്നില്ല. ഫിലോസഫിയുടെയും ഫിസിയോളജിയുടെ അണ്ടറുള്ള ഒരു സബ്ജക്ട് അവിടെ എന്തായിട്ട് മാറി ഒരു ഇൻഡിവിജ്വൽ യൂണിറ്റ് ആയിട്ട്, അല്ലെങ്കിൽ ഇൻഡിവിജ്വൽ ഡിസിപ്ലിൻ ആയിട്ട് മാറി. വില്യം വൂണ്ട് ലാബ് തുറക്കുന്നു. വില്യം വൂണ്ട് ഒരുപാട് സ്കോളേഴ്സിനെ പഠിപ്പിക്കുന്നു. വില്യം വൂണ്ടിനെക്കാളും കുറച്ചുകൂടെ വിവരവും കുറച്ചുകൂടെ അറിവൊക്കെ ഉള്ള ഒരാളാണ് വില്യം ജെയിംസ്. പക്ഷെ ജെയിംസ് എവിടെയും ശ്രദ്ധിക്കപ്പെട്ടിട്ടില്ല. കാരണം ഒരു പ്രത്യേകത, വില്യം വൂണ്ട് ഒരുപാട് സ്കോളേഴ്സിനെ പഠിപ്പിച്ചിട്ടുണ്ട്. അദ്ദേഹത്തിന് അണ്ടറിൽ കുറെ ശിഷ്യന്മാരുണ്ടായിരുന്നു. ജെയിംസ് ഒരു മനുഷ്യനെയും ഒന്നും പഠിപ്പിച്ചിട്ടില്ല. രണ്ടാമത്തെ പ്രത്യേകത, ജെയിംസ് പറഞ്ഞ കാര്യങ്ങളൊന്നും ജെയിംസ് എന്ത് ചെയ്തിട്ടില്ല. വില്യം ജെയിംസ് അത് വളരെ ക്രിട്ടിക്കലായിട്ട് സ്ട്രക്ചേർഡ് ഫോമാറ്റിലൊന്നും പറഞ്ഞു. നല്ല വിവരമുള്ള മനുഷ്യനായിരുന്നു. പക്ഷെ അദ്ദേഹം അതൊരു എന്താ പറയാ, ഒരു ഡെഫിനിഷൻ ആയിട്ട് പോലും അദ്ദേഹം പറയാതെ വാഗായിട്ട് അങ്ങ് പറഞ്ഞിട്ട്. ഇവരെയൊക്കെ കൂടുതൽ അറിയാൻ, അതായത് ഒരു സൈക്കോളജി സ്റ്റുഡന്റ് എപ്പോഴും സൈക്കോളജി എവിടെ റൂട്ട് ചെയ്ത് വന്നു, അല്ലെങ്കിൽ ഇതൊക്കെ എങ്ങനെയാണെന്ന് അറിയാൻ ക്യൂരിയസ് ആയിരിക്കും. അങ്ങനെ ക്യൂരിയസ് ആയിട്ട് പഠിക്കാൻ ഉള്ള ഒരു സബ്ജക്റ്റ് ആണ്. ഞാൻ പറഞ്ഞല്ലേ, ഞാൻ ആരോട് ചോദിച്ചാലും ഞാൻ പറയാറുണ്ട് BPCC 106 അല്ലെങ്കിൽ ഡെവലപ്മെന്റ് ഓഫ് സൈക്കോളജിക്കൽ തോട്ട് എനിക്ക് ഒത്തിരി ഇഷ്ടമുള്ള സബ്ജക്റ്റ് ആണ്. സൈക്കോളജിയുടെ ഒരു ആഴത്തിലൊരു പിക്ചർ കിട്ടാൻ 106 എന്നെ സഹായിച്ചിട്ടുണ്ട്. അപ്പൊ കമ്മിങ് ടു സബ്ജക്ട് 106 ഡെവലപ്മെന്റ് ഓഫ് സൈക്കോളജിക്കൽ തോട്ട് ആണ്. നോക്കുകയാണെങ്കിൽ ഇപ്പോഴും കുട്ടികൾ കയറിക്കൊണ്ടിരിക്കുന്നുണ്ട്, അതുകൊണ്ടാണ്. നോക്കുകയാണെങ്കിൽ കോഴ്സിന്റെ കണ്ടന്റ് എന്ന് പറയുന്നത് 5 ബ്ലോക്കിലും കൂടി 13 ചാപ്റ്റേഴ്സ് ആണ് വരുന്നത്. അതിൽ ഫസ്റ്റ് ബ്ലോക്കിൽ ചാപ്റ്റർ എന്ന് പറയുന്നത് ഹിസ്റ്റോറിക്കൽ ആൻഡ് ഫിലോസഫിക്കൽ കോണ്ടക്ട് ഓഫ് സൈക്കോളജിക്കൽ തോട്ട്. ഹിസ്റ്ററിയിൽ എങ്ങനെ വന്നെന്ന് പറയുന്നുണ്ട്, ഫിലോസഫിയിൽ വന്നിട്ടുണ്ടെന്ന് പറയുന്നുണ്ട്. ഇനി കോൺട്രിബ്യൂഷൻ ടു ഏർലി മോഡേൺ സൈക്കോളജി, വില്യം ഹെൽമോൺസിന്റെ
കോൺട്രിബ്യൂഷനും ഫെക്സ്റ്റന്റെ കോൺട്രിബ്യൂഷന്, വില്യം മൂണ്ടിന്റെ കോൺട്രിബ്യൂഷനും ജെയിംസിന്റെ കോൺട്രിബ്യൂഷനാണ് ഏതിൽ പറയുന്നത്? സെക്കൻഡ് ചാപ്റ്ററിൽ പറയുന്നത്. തേർഡ് ചാപ്റ്ററിൽ അസോസിയേഷനിസം ആണ്, അതിനുള്ള കുറെ പേര് വരുന്നുണ്ട്. ഫോർത്ത് ചാപ്റ്റർ സ്ട്രക്ചറലിസം ആണ്. ഫിഫ്ത്ത് ഫങ്ഷണലിസം, സിക്സ് സൈക്കോ അനാലിസിസ്, സെവൻത്ത് നിയോ ഫ്രോയിഡിയൻസ്. ഈ നിയോ ഫ്രോയിഡിയൻസിന്റെ പ്രത്യേകത വെച്ചാല് നിയോ ഫ്രോയിഡിയൻസിന്റെ തിയറിയെ പിൻപറ്റിയവർ, എന്നിട്ട് അവർ പുതിയ തിയറി ഉണ്ടാക്കി, അവരാണ് നിയോ ഫ്രോയിഡിയൻസ്. പിന്നെ ബിഹേവിയറിസം വരുന്നുണ്ട്, നിയോ ബിഹേവിയറിസം വരുന്നുണ്ട്, ഗെസ്റ്റാൾട്ട് സൈക്കോളജി വരുന്നുണ്ട്, ഹ്യൂമനിസം ആൻഡ് എക്സിസ്റ്റൻഷ്യൽ സൈക്കോളജി വരുന്നുണ്ട്, കറന്റ് ട്രെൻഡ്സ് ആൻഡ് സൈക്കോളജിയും ഇഷ്യൂസ് ആൻഡ് ഡിബേറ്റ്സ് ഇൻ സൈക്കോളജി. ഇത്രയും കാര്യങ്ങളാണ് ഒരു ശരിക്കും പറഞ്ഞ സൈക്കോളജിയുടെ റൂട്ട് പഠിക്കുക എന്നുള്ളതാണ് ഈ വിഷയം കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, ഈ വിഷയത്തിന്റെ ഒരു ഇൻട്രൊഡക്ഷൻ നമുക്ക് ടെക്സ്റ്റ് ബുക്ക് വെച്ചിട്ട് തന്നെ ഞാൻ പറയാണ്. കോഴ്സ് ഇൻട്രൊഡക്ഷൻ ഓഫ് ഡെവലപ്മെന്റ് ഓഫ് സൈക്കോളജിക്കൽ. നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്ക് വെച്ചിട്ട് തന്നെയാണ് പറയുന്നത് കേട്ടോ. In continuation with the core courses offered in the earlier semester, you must have got a fair idea about the discipline of psychology and some of its domains. ഫസ്റ്റ് ഇയറിൽ നിങ്ങൾ പഠിച്ചിട്ടുണ്ടാവില്ലേ കോർ കോഴ്സുകളിൽ എന്തൊക്കെ സൈക്കോളജിയുടെ പല പല ഡിസിപ്ലിൻസ് ഉണ്ട് അല്ലെ? സൈക്കോ അനാലിസിസ്, ബിഹേവിയറിസം, ഹ്യൂമനിസം എന്നൊക്കെ പറഞ്ഞ പല പല ഡിസിപ്ലിൻസും ഡൊമൈൻസും ഉണ്ട്. The present course is in a way the story of psychology, how the discipline emerged and parted ways from philosophy. ഞാൻ പറഞ്ഞല്ലോ ഫിലോസഫി ആയിരുന്നു പണ്ട് സൈക്കോളജിയുടെ റൂട്ട്. ആ ഫിലോസഫി എന്ന് പറയുന്നത്, ഫിലോസഫിയുടെ പ്രത്യേകത എന്താണ്? ഒന്നും സയന്റിഫിക്കലി തെളിയിക്കുന്നില്ല, അവരിതിങ്ങനെ പറഞ്ഞു പോവാന്നുള്ളതാണ്. ഒരു ഫിലോസഫിയുടെ അണ്ടറിൽ ഒരു പൊസിഷൻ പോലെ ഇരുന്ന സൈക്കോളജി ഒരു ഇൻഡിവിജ്വൽ കോഴ്സ് ആയിട്ട് അല്ലെങ്കിൽ എമേർജ് ചെയ്ത് വന്ന ഒരു കഥയാണ് ഈ ഒരു സബ്ജക്റ്റിലൂടെ നമ്മൾ പഠിക്കാൻ പോകുന്നത്. The psychological scientist wanted to uncover the basic law of human behavior and animal behavior through scientific investigation. Scientific investigation മനുഷ്യന്റെ ബിഹേവിയറിനെയും ആനിമലിന്റെ ബിഹേവിയറിനെയും പഠിക്കണം എന്നിടത്താണ് സൈക്കോളജിക്കൽ സയന്റിസ്റ്റ് ചെയ്തുകൊണ്ട് ഇരിക്കുന്നത്. Thus, the course explains the philosophical origin of the discipline, highlighting the works and the contribution of various psychologists which made the discipline objective and scientific. അപ്പൊ ഈ ഒരു BPCC 106 നമ്മൾ എന്താണ് പഠിക്കുന്നത്? ഈ കോഴ്സ് എന്താണ് എക്സ്പ്ലെയിൻ ചെയ്യുന്നത്? എങ്ങനെ ഫിലോസഫിക്കലി ഒറിജിൻ ചെയ്തു വന്നു, ഈ ഫിലോസഫിയിൽ എങ്ങനെ അത് സൈക്കോളജി എന്ന സയൻസ് ആയിട്ട് മാറി, ആ ഒരു കഥയാണ് അല്ലെങ്കിൽ ആ ഒരു സ്റ്റോറിയാണ് 106 നമ്മൾ പഠിക്കാൻ വേണ്ടി പോകുന്നത്. Each unit focus on a particular school of thought. ഓരോ യൂണിറ്റിലും ഒരു പെർട്ടിക്കുലർ സ്കൂൾ ഓഫ് തോട്ട്, സ്ട്രക്ചറലിസം, ഫങ്ഷണലിസം, അസോസിയേഷൻ പോലെയുള്ള ഓരോ സ്കൂൾ ഓഫ് തോട്ടിനെ ആഴത്തിൽ പഠിക്കുകയാണ്, അല്ലെങ്കിൽ ഓരോ പെർസ്പെക്റ്റീവിനെയും ആൻഡ് ഡിസ്കസ് ദ വർക്ക്സ് ആൻഡ് കോൺട്രിബ്യൂഷൻ ബൈ സൈക്കോളജിസ്റ്റ് ഫ്രം ദാറ്റ് സ്കൂൾ ഓഫ് തോട്ട്. കേട്ടോ, ഓരോ സ്കൂൾ ഓഫ് തോട്ടും ആ സ്കൂൾ ഓഫ് തോട്ടിനെ കോൺട്രിബ്യൂട്ട് ചെയ്ത സൈക്കോളജിസ്റ്റുകളെയും നമ്മള് ആഴത്തില് നോക്കാൻ വേണ്ടി പോവാണ് BPCC 106. ഓക്കെ ആണോ? എന്താണ് BPCC 106 നമ്മൾ നോക്കാൻ പോകുന്നത്? എല്ലാവർക്കും ഓക്കെ ആണ്? എല്ലാവരും ഇത് പറഞ്ഞേ. എല്ലാരും പറയണം കേട്ടോ. ഇനി ഫസ്റ്റ് ചാപ്റ്റർ എന്ന് പറയുന്നത് ഹിസ്റ്റോറിക്കൽ ആൻഡ് ഫിലോസഫിക്കൽ കോണ്ടെക്സ്റ്റ് ഓഫ് സൈക്കോളജിക്കൽ തോട്ട് ആണ്. ഇതിൽ നമുക്ക് പഠിക്കാനുള്ളത് ഇൻട്രൊഡക്ഷൻ ഉണ്ട്, ഫിലോസഫിക്കൽ കോണ്ടെക്സ്റ്റ്, കുറെ ഫിലോസഫി, സൈക്കോളജിക്ക് മുന്നേ ഫിലോസഫിക്കൽ ആയിട്ടുള്ള കുറച്ച് ടെർമിനോളജീസ് ഒക്കെ ഉണ്ട്, അത് നമുക്ക് പഠിക്കാനുണ്ട്. ഹിസ്റ്റോറിക്കൽ പേഴ്സ്പെക്റ്റീവ്സ് ഉണ്ട്. പിന്നെ നോൺ വെസ്റ്റേൺ ട്രഡീഷൻ സൈക്കോളജി, ഇന്ത്യയിലാണ് വരുന്നത്. ഹിന്ദുയിസം, ബുദ്ധിസം, ജൈനിസം, പിന്നെ ചൈനയത്തെ കാര്യവും പഠിക്കാനുണ്ട്. ഇത്രയുമാണ് ഈ ഒരു ചാപ്റ്ററിൽ നമുക്ക് പഠിക്കാനുള്ളത്. കമ്മിങ് ടു സൈക്കോളജിയുടെ നോട്ട് കുറച്ചുകൂടെ എന്താണ് നിങ്ങൾക്കറിയാലോ, ക്രിസ്പ് ആൻഡ് എലഗന്റ് ആണ്. അപ്പൊ ടോക്ക് വൺ സൈക്കോളജിക്കൽ പെർസ്പെക്റ്റീവ് ആണ്, ഹിസ്റ്റോറിക്കൽ ആൻഡ് ഫിലോസഫിക്കൽ കോണ്ടെക്സ്റ്റ് ഓഫ് സൈക്കോളജിക്കൽ തോട്ട്. അപ്പൊ സൈക്കോളജിയുടെ വർക്കിംഗ് ഡെഫിനിഷൻ ആണ് ആദ്യമായിട്ട് പറയുന്നത്. സൈക്കോളജി, സൈക്കി പ്ലസ് ലോഗോ, ഗ്രീക്ക് വേർഡ് ആണ് സൈക്കോളജി. സൈക്കി പ്ലസ് ലോഗോ, സൈക്കി എന്ന് വെച്ചാൽ സോൾ അല്ലെങ്കിൽ ആത്മാവ്, ലോഗോ മീൻസ് സ്റ്റഡി, ആത്മാവിന്റെ പഠനം അല്ലെങ്കിൽ സോളിന്റെ സ്റ്റഡി എന്നുള്ള ഗ്രീക്ക് വേർഡ് ആണ് ശരിക്കും സൈക്കോളജി എന്ന്.
16-ാം നൂറ്റാണ്ടിലാട്ടോ ഈ ഒരു പേര് വരുന്നത്. ഈ പേര് കൊടുത്തിരിക്കുന്നത് റുഡോൾഫ് ഗോക്കൽ എന്ന ആളാണ്. റുഡോൾഫ് ഗോക്കൽ, ഈ പേരൊന്നും മറന്നു പോയത് കേട്ടോ. റുഡോൾഫ് ഗോക്കലിന്റെ പിക്ചർ ഞാൻ എന്റെ സൈക്കോളജി ആൽബത്തിലുണ്ട്, ഫസ്റ്റ് പേജിൽ. ചിലരൊക്കെ കണ്ടിട്ടുണ്ടാവും. അപ്പൊ നോക്കാം. 16th century term psychology derived from Greek word psyche and logo. Psyche means soul and logo study. Psyche was used to refer the soul, spirit or mind as distinguished from the body. Body in the വ്യത്യസ്തമായിട്ടുള്ള ഒരു മൈൻഡ് ഉണ്ട്, അല്ലെങ്കിൽ സ്പിരിറ്റ് ഉണ്ട്, സോൾ ഉണ്ട്. അതിനെയാണ് സൈക്കി എന്ന് വിളിച്ചത്. അതിന്റെ സ്റ്റഡി ലോഗോ, അതാണ് സൈക്കോളജി. റുഡോൾഫ് ഗോഗൽ ആണ് ഫസ്റ്റ് യൂസ് ടേം സൈക്കോളജി 1590. 1590. സൈക്കോളജി ഈസ് ദ സ്റ്റഡി ഓഫ് ബിഹേവിയർ ആൻഡ് മെന്റൽ പ്രോസസ്. നമ്മുടെ ബിഹേവിയറിന്റെയും മെന്റൽ പ്രോസസ്സിന്റെയും, അതായത് ഒരു കുട്ടി എന്തുകൊണ്ട് അഗ്രസീവ് ആവുന്നു, ഒരു കുട്ടി എന്തുകൊണ്ട് നഖം കടിക്കുന്നു, ഒരാൾ എന്തുകൊണ്ട് ദേഷ്യം വരുന്നു, ഒരാൾ എന്തുകൊണ്ട് ആരോട് മിണ്ടാതിരിക്കുന്നു, ബിഹേവിയർ. നമ്മൾ എന്തൊക്കെ ഓർത്തെടുക്കുന്നു, എന്തൊക്കെ ഓർക്കുന്നില്ല, നമ്മൾ എങ്ങനെ പഠിക്കുന്നു, ചിന്തിക്കുന്നു, മെന്റൽ പ്രോസസ്. അപ്പൊ നമ്മുടെ ബിഹേവിയറിന്റെയും മെന്റൽ പ്രോസസ്സിന്റെയും സയന്റിഫിക് സ്റ്റഡിക്കാണ് സൈക്കോളജി എന്ന് പറയുന്നത്. ഒരു ഡെഫിനിഷൻ കൂടെ ഉണ്ട്, ദ സയൻസ് ഓഫ് മെന്റൽ ലൈഫ് ബോത്ത് ഇറ്റ്സ് ഫിനോമിന ആൻഡ് ദിയർ കണ്ടീഷൻ. കേട്ടോ, ഒരു മെന്റൽ ലൈഫിന്റെ സയൻസ്, അതിന്റെ ഫിനോമിനയും അതിന്റെ കണ്ടീഷനും ഒക്കെ സയന്റിഫിക്കലി പഠിക്കുന്നതാണ് സൈക്കോളജി എന്നാണ് വില്യം ജെയിംസ് പറഞ്ഞത്. ബ്രേക്ക് ആവുന്നുണ്ടോ? ശ്രദ്ധിക്കാട്ടോ. അപ്പൊ സൈക്കോളജി 16-ാം നൂറ്റാണ്ടിലാണ് ടേം സൈക്കോളജി വരുന്നത്. സൈക്കി പ്ലസ് ലോഗോ, സൈക്കി മീൻസ് സോൾ, ലോഗോ മീൻസ് സ്റ്റഡി. അതിൽ നിന്നാണ് വരുന്നത്. റുഡോൾഫ് ഗോക്കൽ ആണ് ആദ്യമായിട്ട് സൈക്കോളജി എന്ന വാക്ക് കോയിൻ ചെയ്തിരിക്കുന്നത്. 1590 കോയിൻ ചെയ്തിരിക്കുന്നത്. സൈക്കോളജിയുടെ ഡെഫിനിഷൻ പറയുകയാണെങ്കിൽ വളരെ സിമ്പിൾ ആണ്. എന്താണ്? സൈക്കോളജി ഇസ് സ്റ്റഡി ഓഫ് ബിഹേവിയർ ആൻഡ് മെന്റൽ പ്രോസസ്. ഓക്കെ ആണോ? ഓക്കെ ആണോ? മാം, ഒരു ഡൗട്ട് ഉണ്ട്. ചോദിച്ചോളൂ ഗംഗ. മാം, ഈ ഫിലോസഫിയുടെ അണ്ടറിൽ തന്നെ ആയിരുന്നല്ലോ അപ്പോഴും സൈക്കോളജി. നമ്മളുടെ ആ ഒരു ലെപ്സിക് യൂണിവേഴ്സിറ്റിയിൽ അങ്ങനെ ഒരു സൈക്കോളജി ബ്രാഞ്ച് തുടങ്ങുന്നത് വരെ. അപ്പൊ സൈക്കോളജി എന്നുള്ള ഒരു വേർഡ് അവിടെ ഉണ്ടെങ്കിലും ഫിലോസഫിയുടെ അണ്ടറിൽ തന്നെയായിരുന്നു. വേർഡ് ഉപയോഗിച്ചു, പക്ഷെ ഫിലോസഫിയുടെ അണ്ടറിലായിരുന്നു. അതെന്താണെന്നറിയോ? സൈക്കോളജിയിലുള്ള ക്വസ്റ്റ്യൻസ് അന്നും ഇന്നും ഒരേ ക്വസ്റ്റ്യൻസ് ഉണ്ട്. മനുഷ്യന് ഫ്രീ വില്ലാണോ, ഡിറ്റർമിനിസം ആണോ ഉള്ളത്, ഒരാളുടെ ബിഹേവിയർ എവിടെ നിന്ന് വരുന്നു, ആ ക്വസ്റ്റ്യൻ ഒക്കെ അന്നും ഇന്നും ഒരേ ക്വസ്റ്റ്യൻസ് ആ ചോദിച്ചുകൊണ്ടിരിക്കുന്നത്. പക്ഷേ പിന്നെ ഡെഫിനിഷൻ ബിഹേവിയറിസം അതിലല്ലേ വന്ന് നിൽക്കുന്നത്? ഇപ്പൊ അല്ലല്ല, ഞാൻ പറഞ്ഞുതരാം. ഏർലി ഫിലോസഫേഴ്സും ഫസ്റ്റ് സൈക്കോളജിസ്റ്റ് എന്ന് പറയുന്നത് ഏർലി ഗ്രീക്ക് ഫിലോസഫേഴ്സ് ആണ്. പിന്നെ റിനൈസൻസ് പീരിയഡിലും കുറെ ആളുകൾ വന്നു. ഇവര് രണ്ടു കൂട്ടരും ഫിലോസഫേഴ്സ് ആണ്. ഇവർക്കൊക്കെ ഇത് പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട്. അതായത് പിന്നെ എന്താണ്, ബിഹേവിയർ ആണ് എല്ലാത്തിനും കാരണം, മൈൻഡ് ആണ്, ഇതൊക്കെ ഇവര് പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട്. പക്ഷെ ഇതൊന്നും ഇവർക്ക് എന്ത് ചെയ്യാൻ പറ്റിയില്ല, എംപെരിക്കലി തെളിയിക്കാൻ പറ്റിയില്ല, അല്ലെങ്കിൽ സയന്റിഫിക്കലി തെളിയിക്കാൻ പറ്റിയില്ല. എംപെരിക്കലി തെളിയിക്കാൻ പറ്റിയാൽ മാത്രമേ അത് എന്തായിട്ട് മാറുള്ളൂ, സയൻസ് ആയിട്ട് മാറുള്ളൂ. അവിടെയാണ് സംഭവിക്കുന്നത്. നമ്മുടെ സയന്റിഫിക് ലബോറട്ടറി തുറന്നിട്ട് മൈൻഡിനെ ഒബ്ജക്റ്റീവ് ആയിട്ട് പഠിക്കുന്നു. അവിടെ സൈക്കോളജി സയൻസ് ആയിട്ട് മാറാണ്. ഈ ഫിലോസഫേഴ്സ് ഒന്നും ഇതെങ്ങനെ തെളിയിക്കണമെന്ന് അറിയില്ലായിരുന്നു. അതായത് ഇത് തെളിയിക്കാൻ മനസ്സല്ലേ, മനസ്സിനെ പറ്റി എങ്ങനെ സയന്റിഫിക്കലി തെളിയിക്കാം എന്നൊരു വഴി അവർക്ക് അറിയില്ലായിരുന്നു. അതുകൊണ്ട് തന്നെ അത് ഫിലോസഫിക്കൽ റൂട്ടിൽ അങ്ങനെ അവിടെ നിന്നാണ് ഇപ്പൊ നമുക്ക് സയന്റിഫിക് ആയിട്ട് അത് തെളിയിക്കാൻ പറ്റും എന്നുള്ള രീതിയിൽ വന്നിട്ടുള്ളത്. സോഷ്യൽ സയൻസ് അല്ലെങ്കിൽ ബിഹേവിയറൽ സയൻസിന്റെ അണ്ടറിലാണ് സൈക്കോളജി വരുന്നത്. സയൻസ് അല്ല, പ്യുവർ സയൻസ് അല്ല കേട്ടോ. പ്യുവർ സയൻസ് ആണ് ഏത്? ഫിസിക്സ്, കെമിസ്ട്രി, ബയോളജി, മാത്സ്, നാച്ചുറൽ സയൻസ് ആണ്. പക്ഷെ സൈക്കോളജി സോഷ്യൽ സയൻസിന്റെ അണ്ടറിലാണ് വരുന്നത്.
ബിഹേവിയറൽ സയൻസിന്റെ അണ്ടറിലാണ്. എക്കണോമിക്സ് അതിന്റെയൊക്കെ അണ്ടറിൽ മാം ഒന്ന് പറഞ്ഞു തന്നിട്ടുണ്ടായിരുന്നു അല്ലേ? എക്കണോമിക്സ് അല്ല, എക്കണോമിക്സ് തേർഡ് ആണ്, ഇത് സെക്കൻഡ്. തേർഡ് സൈക്കോളജി അതിന്റെ ഇടയ്ക്ക്. ബിഹേവിയറൽ സയൻസിനാണ് സൈക്കോളജി. ഓക്കെ ആണല്ലോ, വെരി ഗുഡ്. അടുത്തത് എന്താണ്? ഫിലോസഫിക്കൽ കോണ്ടെക്സ്റ്റ്. സൈക്കോളജിയുമായിട്ട് ബന്ധപ്പെട്ട കുറച്ച് ഫിലോസഫിക്കൽ കോണ്ടെക്സ്റ്റ് ആണ്. ഈ ടെർമിനോളജി ഒക്കെ ഒരു സൈക്കോളജി സ്റ്റുഡന്റ് അറിഞ്ഞിരിക്കണം കേട്ടോ, എന്തായാലും അറിഞ്ഞിരിക്കുന്ന ടെർമിനോളജി ആണ്. ഫസ്റ്റ് വണ് എപ്പിസ്റ്റമോളജി. എന്താണ് എപ്പിസ്റ്റമോളജി എന്ന് നോക്കാം. ഈ വേർഡ്സ് ഒക്കെ വളരെ ഫെമിലിയർ ആയിരിക്കണം കേട്ടോ. ബ്രാഞ്ച് ഓഫ് ഫിലോസഫി ദാറ്റ് ഈസ് കൺസേൺഡ് വിത്ത് ദി നേച്ചർ, ഒറിജിൻ ആൻഡ് ലിമിറ്റേഷൻ ഓഫ് നോളജ്. നോളജ്, ഒരു നോളജ്. അപ്പൊ നോക്കിക്കേ, സൈക്കോളജി ഒരു സയൻസ് ആണ്, അതൊരു നോളജ് ആണ് അല്ലെ. ഒരു സൈക്കോളജിസ്റ്റ് എന്ന് പറഞ്ഞാൽ മൈൻഡിനെ ട്രീറ്റ് ചെയ്യുന്ന ആളാണ്, അതൊരു നോളജ് ആണ്. സൈക്കോളജിക്ക് പല പല ബ്രാഞ്ച് ഉണ്ട്. അബ്നോർമൽ സൈക്കോളജി, ക്ലിനിക്കൽ സൈക്കോളജി, കൗൺസിലിംഗ് സൈക്കോളജി, പല പല ബ്രാഞ്ച്. അതൊരു നോളജ് ആണ്. അപ്പൊ ഒരു നോളജിന്റെ സ്വഭാവം എന്താണ്, നേച്ചർ, അത് എവിടുന്ന് ഒറിജിൻ ചെയ്യും, ഒരു നോളജ് എവിടുന്ന് ഒറിജിൻ ചെയ്യും, അതിന്റെ ലിമിറ്റേഷൻ ഒക്കെ എന്തൊക്കെയാണ്, ഇതൊക്കെ പഠിക്കുന്ന ബ്രാഞ്ച്. അതായത് ഒരു നോളജിന്റെ നേച്ചർ എന്താണ്, ഒറിജിൻ എന്താണ്, ലിമിറ്റേഷൻ എന്താണ് എന്നൊക്കെ സൈക്കോളജിക്കലി പഠിക്കുന്ന ഫിലോസഫിയുടെ ഒരു ബ്രാഞ്ച് ആണ് എപ്പിസ്റ്റമോളജി. ബ്രാഞ്ച് ഓഫ് ഫിലോസഫി ദാറ്റ് ഈസ് കൺസേൺഡ് വിത്ത് നേച്ചർ, ഒറിജിൻ ആൻഡ് ലിമിറ്റേഷൻ ഓഫ്. ഇനി അടുത്ത ഫിലോസഫിക്കൽ ടെർമിനോളജിയാണ് റാഷണലിസം. നമ്മുടെ മൈൻഡ് ആക്റ്റീവായിട്ട് നോളജ് എടുത്തോണ്ടിരിക്കുന്നുണ്ട്. ഇപ്പൊ തന്നെ നിങ്ങൾ നോക്കിക്കേ, ഇപ്പൊ നിങ്ങൾ ഈ 10-33 പേരടങ്ങുന്ന നമ്മളില് നിങ്ങളിപ്പോ പലതും നോളജ് എടുത്തു കഴിഞ്ഞു. എന്തൊക്കെ? സൈക്കോളജി ഇന്നതാണ്, സൈക്കോളജി സൈക്കി പ്ലസ് ലോഗോയാണ്, ആ ഒരു പേര് കൊണ്ടുവന്ന റുഡോൾഫ് ഗോഗലാണ്. ചിലർക്കൊക്കെ അറിയാൻ മതിയാവും, ചിലർക്ക് ആദ്യമായിട്ട് കേൾക്കുന്ന. അപ്പൊ നിങ്ങൾക്ക് ഒരു നോളജ് കിട്ടി. അപ്പൊ നമ്മുടെ മൈൻഡ് എപ്പോഴും നോളജ് എന്താക്കുന്നുണ്ട്, അറ്റൈൻ ചെയ്തോണ്ടിരിക്കുന്നുണ്ട്. ഇങ്ങനെ മൈൻഡ് നോളജ് അറ്റൈൻ ചെയ്തോണ്ടിരിക്കുന്നുണ്ട് എന്നതിന് ഫിലോസഫിയിൽ പറയുന്ന പേരാണ് റാഷണലിസം. Philosophical perspective maintaining that the view that mind is actively involved in attainment of knowledge. Mind എപ്പോഴും നോളജ് അറ്റൈൻ ചെയ്തുകൊണ്ടിരിക്കുകയാണ് എന്ന് പറയുന്ന ടെർമിനോളജി ആണ് എന്ത്? റാഷണലിസം. ഏർലി റാഷണലിസ്റ്റുകളായിട്ട് പറയുന്നത് മൈൻഡ് നോളജ് അറ്റൈൻ ചെയ്യുന്നുണ്ട് എന്ന് ആദ്യമേ പറഞ്ഞുകൊണ്ടിരിക്കുന്ന 2 പേരാണ് ആര്? പ്ലാറ്റോയും അരിസ്റ്റോട്ടിലും. അതായത് മൈൻഡ് നോളജ് അറ്റൈൻ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട് എന്ന് വിശ്വസിക്കുന്നവരാണ് ആര്? റാഷണലിസ്റ്റുകൾ. അതിൽ ഏർലി റാഷണലിസ്റ്റുകളാണ് പ്ലാറ്റോയും അരിസ്റ്റോട്ടിലും. ഇവർ തമ്മിലാണ് സൈക്കോളജിയിൽ എപ്പോഴും അടിയാട്ടോ, അടിയോടടിയാ, ഇപ്പോഴും അടിയാ. ബിഹേവിയർസുകാർ പറയുന്നത് സൈക്കോണാലിസ്റ്റുകാർ പറ്റില്ല, സൈക്കോണാലിസ്റ്റ് പറയാൻ കോഗ്നിറ്റീവുകാർക്ക് പറ്റില്ല. അന്തകാലം മുതൽ ഇന്നത്തെ കാലം വരെ സൈക്കോളജിയിൽ അടിയാണ്. ആ ഫസ്റ്റ് അടി തുടങ്ങുന്നത് ഇവിടെ നിന്ന്, പ്ലാറ്റോയും അരിസ്റ്റോട്ടിലും. നമ്മൾ പറഞ്ഞല്ലോ മൈൻഡ് ആക്റ്റീവ്ലി നോളജ് അറ്റൈൻ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. അവരാണ് റാഷണലിസ്റ്റുകൾ. പ്ലാറ്റോ പറഞ്ഞതാണ് നോളജ് ഇന്നേറ്റ് ആണ്, നമ്മുടെ ഉള്ളിൽ തന്നെ വരുന്നതാണ് നോളജ് എന്നാണ് ആര് പറഞ്ഞത്? പ്ലാറ്റോ. അതിനെയാണ് നേറ്റിവിസം എന്ന് പറയുന്നത്. അരിസ്റ്റോട്ടിൽ പറഞ്ഞു അങ്ങനെ ശരിയാവില്ല, അങ്ങനെയൊന്നല്ല, ഉള്ളിൽ നിന്ന് വരുന്ന ഒന്നല്ല, കണ്ട് പഠിക്കണമെങ്കിൽ എൻവയോൺമെന്റിൽ നിന്ന് കിട്ടുന്നതാണ്. അതായത് നമുക്കൊന്നും ഉള്ളിൽ നിന്ന് വരുന്നില്ല, എല്ലാം എൻവയോൺമെന്റിൽ നിന്ന് കിട്ടുന്നതാണെന്നാണ് അരിസ്റ്റോട്ടിൽ പറഞ്ഞത്. ആ ഒരു ഫിലോസഫിയാണ് എംപിരിസിസം. അതായത് പ്ലാറ്റോ പറഞ്ഞ എന്താണ്? ഓൾ നോളജ് കം ഫ്രം ഇന്നേറ്റ്. ഉള്ളിൽ നിന്നെല്ലാം നമ്മൾ ചെല്ലുമ്പോഴെല്ലാം നമുക്ക് അറിയാന്നുള്ള രീതിയിലാണ്. അതാണ് നേറ്റിവിസം. അല്ല, ചെല്ലുമ്പോ ഒരു കുന്തോ ഇല്ല, ടാബില റാസയാണ് നമ്മള്, എല്ലാം നമ്മള് എൻവയോൺമെന്റിൽ നിന്ന് പഠിക്കുകയാണെന്ന് പറയുന്നതാണ് അരിസ്റ്റോട്ടിൽ. ഇതാണ് ആദ്യ അടി. പക്ഷെ കണ്ടംപററി സൈക്കോളജി അല്ലെങ്കിൽ ഇപ്പൊ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് രണ്ടും ഉണ്ട് എന്നാണ്. ഒരു കുഞ്ഞ് ജനിച്ച ആ കുഞ്ഞിന്റെ വായിലേക്ക് കണ്ണിലേക്ക് നമ്മൾ ഊതിയാൽ കുഞ്ഞ് കണ്ണടയ്ക്കും. ആ നോളജ് കുഞ്ഞിന് ഇന്നേറ്റാ. അത് ആരും കുഞ്ഞിനെ പഠിപ്പിച്ചെടുത്താലും കുഞ്ഞ് കണ്ടുപഠിച്ചൊന്നല്ല, ഇന്നേറ്റ് ആണ്. നേരെ മറിച്ച് അമ്മ എന്ന് കുഞ്ഞ് വിളിക്കുന്നത് കുഞ്ഞിന് പറഞ്ഞു കൊടുത്തിട്ടും മറ്റുള്ളവർ വിളിക്കുന്നത് കേട്ടിട്ടൊക്കെയാണ്. അത് എൻവയോൺമെന്റ് ആണ്. അപ്പൊ ഇന്നേറ്റും എൻവയോൺമെന്റും കൂടി ചേർന്നിട്ടാണ് നോളജ് ഡെവലപ്പ് ആവുന്നതെന്നാണ് കണ്ടംപററി സൈക്കോളജി.
പറയുന്നത്. പക്ഷെ അന്നത്തെ കാലത്ത് പ്ലാറ്റോ പറഞ്ഞു എല്ലാ നോളജ് കം ഫ്രം ഇന്നേറ്റ് എന്ന്, അതിന് അദ്ദേഹം നേറ്റിവിസം എന്ന് വിളിച്ചു. അതേസമയം അരിസ്റ്റോട്ടിൽ പറഞ്ഞു എല്ലാ നോളജ് കം ഫ്രം എൻവയോൺമെന്റ്, അതിനെ അദ്ദേഹം എന്ന് വിളിച്ചു എംപിരിസിസം എന്ന്. നോക്കിയേ, നേറ്റിവിസം, philosophical perspective that maintain the view that knowledge is inherited in nature. ഇൻഹെറിറ്റ് ചെയ്ത് നമ്മൾ ഉള്ളിൽ തന്നെ ഉണ്ട്. ഏർലി നേറ്റിവിസ്റ്റുകളാണ് ആരൊക്കെ? പ്ലാറ്റോ ഉണ്ട്. നമ്മൾ ഇത് എഴുതുമ്പോൾ റിനി ഡിസ്കാർട്ടെ എന്നാണെങ്കിലും വായിക്കുക റെനെ ഡെക്കാർട്ടെ എന്നാണ്. സൈക്കോളജിയിലെ വളരെ പ്രൊമിനന്റ് ആയിട്ടുള്ള വ്യക്തിത്വമാണ്, നമുക്ക് പഠിക്കാനുണ്ട്. റെനെ ഡെക്കാർട്ടെ അതേപോലെ നേറ്റിവിസ്റ്റ് ആണ്. തോമസ് ഹോബ്സ് അദ്ദേഹം ഒരു നേറ്റിവിസ്റ്റ് ആണ്. ഇമ്മാനുവൽ കാന്റ് അദ്ദേഹവും ഒരു നേറ്റിവിസ്റ്റ് ആണ്. ഇനി നോക്കിക്കേ, എംപിരിസിസം, philosophical perspective that held the view that knowledge is a result of sensory experience and was not its inherited in nature. ഉള്ളിന്ന് വരുന്നല്ല, നമ്മളെ കണ്ണുകൊണ്ടും കാതുകൊണ്ടും ത്വക്കുകൊണ്ടും നാവ് കൊണ്ടൊക്കെ നമ്മൾ അറിയുന്ന സെൻസറി എക്സ്പീരിയൻസിൽ കൂടിയാണ് നമുക്ക് നോളജ് കിട്ടുന്നത്. ഉള്ളിൽ നിന്ന് ഒരു സാധനവും വരുന്നില്ല എന്ന് പറയുന്ന ഫിലോസഫിയാണ് എന്ത്? എംപിരിസിസം. ഏർലി എംപിരിസിസ്റ്റുകൾ ആരൊക്കെയാണ്? അരിസ്റ്റോട്ടില്, ജോൺ ലോക്ക്. ജോൺ ലോക്ക് ആണ് കേട്ടോ ടാബുല റാസ എന്ന പ്രശസ്തമായിട്ടുള്ള വേർഡ് കോയിൻ ചെയ്ത്. ടാബുല റാസ എന്ന് പറയുന്നത് ഒരു കുട്ടി ജനിച്ച് വീഴുമ്പം ആ കുട്ടി ബ്ലാങ്ക് സ്ലേറ്റ് ആണ്, അതിലൊന്നും ചെയ്ത് ചേർക്കപ്പെട്ടിട്ടില്ല. ടാബുല റാസ. പിന്നെ എല്ലാം ആ എൻവയോൺമെന്റിൽ നിന്ന് ചുറ്റുമുള്ളവര് എഴുതി ചേർക്കപ്പെടുന്നതാണെന്ന് പറയുന്ന വേർഡാണ് ടാബുല റാസ. അത് ജോൺ ലോക്കിന്റെ ആണ്. അതുപോലെ ജോർജ് ബ്രക്കിലിന്റെ, ഡേവിഡ് ഹ്യൂം, ഇവരൊക്കെ ഏർലി എംപിരിസിസ്റ്റുകളാണ്. കമ്മിങ് ടു കൂടി പറയാണ്, മൈൻഡ് ആക്റ്റീവ്ലി നോളജ് അറ്റൈൻ ചെയ്യുന്നുണ്ട് എന്ന് പറയുന്ന ഫിലോസഫിയാണ് റാഷണലിസം. അതിൽ ബെസ്റ്റ് രണ്ടുപേരാണ് ആര്? പ്ലാറ്റോയും അരിസ്റ്റോട്ടിലും. പ്ലാറ്റോ അടങ്ങുന്ന നേറ്റിവിസ്റ്റുകാർ എന്താ പറഞ്ഞത്? നോളജ് എല്ലാം ഉള്ളിൽ നിന്ന് ഇൻഹെറിറ്റ് ആയിട്ട് വരുന്നതാണ്, അതിനെ അവർ നേറ്റിവിസം എന്ന് വിളിച്ചു. നേരെ മറിച്ച് അരിസ്റ്റോട്ടിൽ നിയമം എന്ത് പറഞ്ഞു? നോളജ് കംപ്ലീറ്റ്ലി കംസ് ഫ്രം എക്സ്പീരിയൻസ്, സെൻസറി എക്സ്പീരിയൻസ്, അതിനെ അവര് എംപിരിസിസം എന്നും വിളിച്ചു. ഇത്രയും കോൺസെപ്റ്റ് ഓക്കെ ആണോ? ഓക്കെ ആണോ? എല്ലാരും പറഞ്ഞേ. സൈക്കോളജിയുടെ കഥയാണോ നമ്മൾ പറയാൻ വേണ്ടി പോകുന്നത്? അടിപൊളിയാണ്, അതിന്റെ കഥയാണ് നമ്മൾ പറയാൻ വേണ്ടി. ഇനി കമ്മിങ് ടു വില്യം വൂണ്ട്. വിൽഹം വൂണ്ട് ആട്ടോ. വിൽഹം വൂണ്ട് developed a system of psychology that was based on the empiricist perspective of science. കണ്ടോ? ശ്രദ്ധിക്കണേ, വൂണ്ട് ഒരു എംപിരിസിസ്റ്റ് ആണ്. വൂണ്ട് വിശ്വസിച്ചുകൊണ്ടിരിക്കുന്നത് എല്ലാം കം ഫ്രം എൻവയോൺമെന്റ്, സെൻസറി എക്സ്പീരിയൻസ്. ഓരോരുത്തരും ഒരു ഡൗട്ട് വെച്ചോട്ടെ താനിയ. മാം, അതിപ്പോ മാം പറഞ്ഞില്ലേ ഇത് സൈക്കോളജി മൈൻഡ് ബിഹേവിയർ സയന്റിഫിക്കലി പ്രൂവൺ അല്ല എന്നുള്ളത്. അപ്പൊ നമുക്കത് പറയാൻ പറ്റുമോ? അപ്പൊ സൈക്കോളജി ഇപ്പൊ പ്രൂവൺ ആണ് താനിയ പറഞ്ഞത്. ഇങ്ങനെയാണ്, പണ്ടത് ഫിലോസഫേഴ്സിന് കണ്ടുപിടിക്കാൻ പറ്റിയിട്ടില്ല. ഇപ്പൊ എല്ലാം സയന്റിഫിക്കലി തെളിയിക്കുന്നതല്ലേ. ഇപ്പൊ എല്ലാം സയന്റിഫിക്കലി തെളിയിക്കുന്ന. വില്യം വൂണ്ട് ലാബ് ഓപ്പൺ ചെയ്തുകൊണ്ട് മൈൻഡിനെ സയന്റിഫിക്കലി പഠിക്കാൻ തുടങ്ങി. നിങ്ങളിപ്പം പ്രാക്ടിക്കല് വന്നാൽ ചെയ്യാൻ പോകുന്നത് 16 PF ഒരാളുടെ പേഴ്സണാലിറ്റി കണ്ടെത്താണ്, സയന്റിഫിക്കലി കണ്ടെത്തുന്നതാണ്. ഇപ്പം സൈക്കോളജി ഒരു സയൻസ് ആണ്. അൺടിൽ വിൽഹം വൂണ്ട് ലാബ് ഓപ്പൺ ചെയ്യുന്നവരെ അതുവരെ സയന്റിഫിക് ആയിരുന്നില്ല. വില്യം വൂണ്ട് ലാബ് ഓപ്പൺ ചെയ്തതോടെ അതെന്തായി മാറി? ലാബ് ഓപ്പൺ ചെയ്യുകയും അവിടെ സയന്റിഫിക്കലി ലാബ് ഓപ്പൺ ചെയ്തിട്ട് കാര്യം കേട്ടോ, അവിടെ സയന്റിഫിക്കലി സൈക്കോളജി പഠിക്കാൻ തുടങ്ങിയതോടെ സൈക്കോളജി എന്തായി? സയന്റിഫിക് ആയി. ഇപ്പൊ അത് പ്യുവർ സയൻസ് ആണ്. പ്യുവർ അല്ല, ബിഹേവിയറൽ സയൻസ്. ഓക്കെ ആണോ? വെരി ഗുഡ്. നല്ല നല്ല ക്വസ്റ്റ്യൻസ് ഒക്കെ വരുന്നുണ്ട്. റിയലി അപ്രീഷിയേറ്റ് മൈ കിഡ്സ്. ഓക്കെ, അപ്പൊ വില്യം വൂണ്ട് ഒരു എംപിരിസിസ്റ്റ് ആയിരുന്നു. ഹി അഡ്വക്കേറ്റ് ദ യൂസ് ഓഫ് കൺട്രോൾഡ് ഇൻട്രോസ്പെക്ഷൻ. അതായത് അദ്ദേഹം, ഈ വില്യം വൂണ്ട് സൈക്കോളജി എങ്ങനെയാന്ന് അറിയും, മൈൻഡിനെ എങ്ങനെയാണ് പഠിച്ചത്? ഇൻട്രോസ്പെക്ഷൻ എന്ന മെത്തോഡിൽ. അതായത് എന്റെ ഉള്ളിൽ നടക്കുന്ന കാര്യം ഞാൻ തന്നെ പറയാം, അതിലൂടെ എന്റെ മൈൻഡിനെ പഠിക്കുന്ന രീതിയാണ് ഇൻട്രോസ്പെക്ഷൻ. A type of experiment in which the person involved in introspection experiment on oneself. ഞാൻ എന്റെ മൈൻഡിനെ പറ്റി ഇങ്ങനെ പഠിക്കാം, എന്റെ മൈൻഡിൽ വരുന്ന കാര്യങ്ങളൊക്കെ പറഞ്ഞ് അതിലൂടെ എന്റെ മൈൻഡിനെ പഠിക്കാം.
ടു അൺറാവൽ ദ സ്ട്രക്ചർ ഓഫ് മൈൻഡ്. എന്നിട്ട് അതിലൂടെ മൈൻഡിന്റെ സ്ട്രക്ചർ. വില്യം വുഡ് ആരായിരുന്നു? അദ്ദേഹം ഒരു എംപെരിസ്റ്റ് പെർസ്പെക്റ്റീവിൽ വിശ്വസിച്ച ആളാണ്. അദ്ദേഹത്തിന്റെ ഒരു മെത്തേഡ് ആയിരുന്നു കൺട്രോൾഡ് ഇൻട്രോസ്പെക്ഷന്. അതിലൂടെ അദ്ദേഹം സ്ട്രക്ചർ ഓഫ് മൈൻഡ് പഠിച്ചു. സ്ട്രക്ചറലിസം ആൻഡ് ബിഹേവിയറിസം റിലേഡ് ഓൺ എംപെരിസിസം. സ്ട്രക്ചറലിസവും ബിഹേവിയറിസം ഈ രണ്ട് സ്കൂൾ ഓഫ് തോട്ടും എംപെരിസിസം ആണ്. ജോൺ വാട്സൺ ആണ് ആര്? ബിഹേവിയറിസത്തിന്റെ ഫാദർ. The founder of behaviorism is known for the effort of making psychology a fully scientific discipline. സൈക്കോളജിനെ ഫുള്ളി സയന്റിഫിക് ഡിസിപ്ലിൻ ആക്കി മാറ്റിയത്, കംപ്ലീറ്റ് എക്സ്പെരിമെന്റ്സ് ലബോറട്ടറി സെറ്റിംഗ്സിലൊക്കെ വെച്ചിട്ട് എക്സ്പെരിമെന്റൽ ആക്കി മാറ്റിയത് ആരാണ്? JB വാട്സൺ അല്ലെങ്കിൽ ജോൺ ബി വാട്സൺ ആണ്. ബിഹേവിയറിസത്തിന്റെ ഫാദർ ആണ് ആര്? ജോൺ ബി വാട്സൺ. Okay, and oppose the study of mental structure and its function. മെന്റൽ സ്ട്രക്ചറും ഫംഗ്ഷനും ഒന്നും പഠിക്കണം, ബിഹേവിയർ മാത്രം, സൈക്കോളജി മനുഷ്യന്റെ ബിഹേവിയർ മാത്രം പഠിച്ചാൽ മതി എന്ന് പറഞ്ഞിട്ട് സൈക്കോളജി ഒരു സയൻസ് പ്യോറിലേക്ക് അല്ലെങ്കിൽ ഒരു സയന്റിഫിക് ഡിസിപ്ലിൻ ആക്കി, ഫുള്ളി സയന്റിഫിക് ഡിസിപ്ലിൻ ആക്കി മാറ്റിയത് ആരാണ്? JB വാട്സൺ ആണ്. JB വാട്സൺ എന്താ പറഞ്ഞത്? Only observable behavior should be the subject matter of psychology, whereas the Gestalt school draw on the logic of rationalism. അവിടെ ശ്രദ്ധിക്കണേ, ബിഹേവിയറിസം എന്താ പറഞ്ഞത്? ഒബ്സർവ് ചെയ്യാൻ പറ്റുന്ന ബിഹേവിയറിനെ പറ്റി മാത്രം സൈക്കോളജി പഠിച്ചാൽ മതി എന്ന് പറഞ്ഞിട്ട് ഫുള്ളി ഒരു സയന്റിഫിക് ഡിസിപ്ലിൻ ആക്കി. ഇവിടെ ഗെസ്റ്റാൾട്ടാർ എന്താ ചെയ്തത്? ലോജിക് റാഷണലിസം ആണ് നോക്കിയത്. അപ്പൊ നോക്കണേ, വില്യം വുഡ് ഫാദർ ഓഫ് സൈക്കോളജി ആണ്. അദ്ദേഹം ലാബൊക്കെ തുറന്നു. അദ്ദേഹം ഇൻട്രോസ്പെക്ഷൻ എന്ന മെത്തേഡിലൂടെ എന്ത് പഠിക്കാൻ തുടങ്ങി? ഒരു മനുഷ്യന്റെ മനസ്സിനെ പഠിക്കാൻ തുടങ്ങി. സ്ട്രക്ചറലിസവും ബിഹേവിയറിസവും ഒക്കെ എംപിരിസിസത്തിലുള്ളതാണ്, അതായത് എക്സ്പീരിയൻസിൽ നിന്നാണ് നോളജ് വരുന്നത്. JB വാട്സന്റെ കോൺട്രിബ്യൂഷൻ എന്താന്ന് ചോദിച്ചാൽ, JB വാട്സൺ സൈക്കോളജിയെ ഫുള്ളി സയന്റിഫിക് ഡിസിപ്ലിൻ ആക്കി മാറ്റി. അതായത് ഒബ്സർവ് ചെയ്യുന്ന കാര്യങ്ങൾ മാത്രം സൈക്കോളജി പഠിച്ചാൽ മതി എന്നുള്ള. ഇത്രയും ഓക്കെ ആണോ? ഇത്രയും ഓക്കെ ആണോ? ഓക്കെയാണ് മാം. Although Sigmund Freud, the founder of psychoanalysis, was trained in the modern discipline of neurology. ഇനി ഫ്രോയിഡിലേക്ക് എത്തുമ്പോൾ, ഫ്രോയിഡ് ഒരു ലോക പ്രശസ്ത ന്യൂറോളജിസ്റ്റ് ആയിരുന്നു, ഒരു ഡോക്ടർ ആയിരുന്നു, ഒരു ഞരമ്പ് രോഗ വിദഗ്ധനായിരുന്നു. His philosophical position is not very clear regarding the use of particular scientific perspective for a system of thought. പക്ഷേ ഫ്രോയിഡ് നേറ്റീവ്സ് ആണോ എംപെരിസിസം ആണോ നമുക്ക് അറിഞ്ഞുകൂടാ. അദ്ദേഹത്തിന്റെ ഫിലോസഫിക്കൽ പൊസിഷൻ. ഇപ്പൊ JB വാട്സൺ ആണ് എംപെരിസിസ് ആണ്, വില്യം വുഡ് ആണെങ്കിൽ എംപെരിസിസ് ആണ്, അങ്ങനെ പലരും ഉണ്ട്. പക്ഷെ ഫ്രോയിഡിന്റെ ഫിലോസഫിക്കൽ ഒറിജിൻ, അതായത് നേറ്റീവിസം ആണോ എംപെരിസിസം ആണോ എന്ന് ആർക്കും അറിയില്ല. പിന്നെ the humanistic and existential psychology were critical to the use of scientific method to study human psychology. ഇനി നേരെ തിരിച്ച് ഹ്യൂമനിസം എക്സിസ്റ്റൻഷ്യൽ സൈക്കോളജി ഉണ്ട്. അവർ രണ്ടുപേരും സയന്റിഫിക്കലി ഹ്യൂമൻ മൈൻഡ് പഠിക്കേണ്ടെന്ന് പറഞ്ഞതാണ്. And they were particularly opposed to applying analytical approach to understand human mental process or behavior. അവര് ഈ സയന്റിഫിക് ആയിട്ട് അനാലിസിസ് ഉപയോഗിച്ചിട്ടൊന്നും മനുഷ്യ മനസ്സിനെ പഠിക്കാത്ത ഒരു കൂട്ടരാണ് ആര്? ഹ്യൂമനിസ്റ്റിക്കാരും എക്സിസ്റ്റൻഷ്യലാരും. അക്കോർഡിംഗ് ടു ദം 2 മിനിറ്റ് ബാങ്ക് വിളിക്കുന്നുണ്ട് കേട്ടോ, 2 മിനിറ്റ്.
ഓക്കെ, അപ്പോ വണ്ടിരിവിന്റെ സമയമായി. നമുക്ക് കുറച്ചും കൂടെ 2 പോയിന്റ് കൂടെ പറഞ്ഞിട്ട് കേട്ടോ. According to them, every person is born free and has the capabilities of developing his or her potential. ഹ്യൂമനിസ്റ്റിക്കാരും എക്സിസ്റ്റൻഷ്യലുകാരും പറയണത് എന്താണ്? മനുഷ്യന്മാരൊക്കെ ഫ്രീ ആയിട്ട് ജനിച്ചാണ്, അവർക്ക് അവരുടെ ഉയരങ്ങളിലേക്ക് എത്താനുള്ള സ്വയം കഴിവുണ്ട്, ഇങ്ങനെ മനുഷ്യ മനസ്സിന് സയന്റിഫിക് ആയിട്ടൊന്നും പഠിക്കേണ്ട ആവശ്യമില്ല എന്നൊന്നും പറയുന്ന ഒരു കൂട്ടരാണ് ഹ്യൂമനിസ്റ്റിക് ആൻഡ് എക്സിസ്റ്റൻഷ്യൽ. ഇനി the scientific psychology defines the scope of the discipline in a limited sense, that means mental structure and or mental function or consciousness or observable behavior or unconscious motive or a fully functioning person depend on what he thinks, what the thinker associates with a particular school of thought consider important. ഇനി സയന്റിഫിക് സൈക്കോളജിയിലാണെങ്കിൽ ലിമിറ്റഡ് ആയിട്ടുള്ള ഡിസിപ്ലിൻ സ്കോപ്പാ പറയുന്നത്. അതായത് ഇപ്പൊ സ്ട്രക്ചറലിസ്റ്റുകാർ പറയുന്നു മൈൻഡിന്റെ സ്ട്രക്ചറിനെയാണ് പഠിക്കുന്നത്, ഫങ്ഷണലിസ്റ്റുകാർ പറയുന്നു മൈൻഡിന്റെ ഫങ്ഷനെയാണ് പഠിക്കുന്നത്, ബിഹേവിയറിസ്റ്റുകാർ പറയുന്നു ഒബ്സർവബിൾ ബിഹേവിയറിനെയാണ് പഠിക്കുന്നതെന്ന്, സൈക്കോനാലിസ്റ്റുകാർ അൺകോൺഷ്യസ് കോൺഷ്യസ് ആണ് പറയുന്നു, ഹ്യൂമനിസ്റ്റുകാരും എക്സിസ്റ്റൻഷ്യലുകാരും ഫുള്ളി ഫങ്ഷനിങ് പേഴ്സൺ എന്ന് പറയുന്നു. ഇതൊക്കെ പഠിക്കുന്ന ആളും അയാൾ വിശ്വസിക്കുന്ന സ്കൂൾ ഓഫ് തോട്ടും അനുസരിച്ച് ഇരിക്കും. കുറച്ച് കാര്യങ്ങളുള്ളൂ. ഒന്ന്, സ്ട്രക്ചറലിസ്റ്റുകാർ സ്ട്രക്ചർ ഓഫ് മൈൻഡ് ആണ് സൈക്കോളജി പഠിക്കേണ്ടതെന്ന് പറഞ്ഞു, ഫങ്ഷണലിസ്റ്റുകാര് ഫങ്ഷൻ ഓഫ് മൈൻഡ് ആണ് പഠിക്കണമെന്ന് പറഞ്ഞു, സൈക്കോളജിസ്റ്റുകാര് അൺകോൺഷ്യസ് കോൺഷ്യസ്നെസ്സിനെയാണ് പഠിക്കണമെന്ന് പറഞ്ഞു, ബിഹേവിയറിസ്റ്റുകാര് ഒബ്സർവബിൾ ബിഹേവിയറിനെ പറ്റിയാണ് പഠിക്കണമെന്ന് പറഞ്ഞു, ഹ്യൂമനിസ്റ്റുകാര് എന്താണ് ഫുള്ളി ഫങ്ഷനിങ് പേഴ്സൺ ആയിട്ട് പഠിക്കണം. ഇതൊക്കെ എങ്ങനെ പഠിക്കണം? നിങ്ങൾ വിശ്വസിക്കുന്ന സ്കൂൾ ഓഫ് തോട്ടും അതിനനുസരിച്ചും വേണം. ഓക്കെ ആണോ? അപ്പൊ നമ്മൾ ഇന്ന് ജസ്റ്റ് ഒരു ഇൻട്രൊഡക്ഷൻ ആണ് സ്റ്റാർട്ട് ചെയ്തത്. സൈക്കോളജിയുടെ വർക്കിംഗ് ഡെഫിനിഷനും സൈക്കോളജിയുടെ ഫിലോസഫിക്കൽ റൂട്ടും അതുമായിട്ട് ബന്ധപ്പെട്ട എപ്പിസ്റ്റമോളജി, റാഷണലിസം, നേറ്റിവിസം, എംപിരിസിസം, പിന്നെ ഒരു സ്റ്റാർട്ടിങ്ങിൽ വരുന്ന മൂണ്ട്, വാട്സൺ, സിഗ്മണ്ട് ഫ്രോയിഡ്, ഇവരുടെയൊക്കെ ഫിലോസഫിക്കൽ കണക്ഷനുമാണ്. എംപിരിസിസം എന്ന് പറഞ്ഞാൽ ഒരു മനുഷ്യൻ നോളജ്, അയാൾക്ക് എന്ത് നോളജ് കിട്ടുന്നത് എവിടെ നിന്നാണ്? ചുറ്റുപാടും, എൻവയോൺമെന്റിൽ നിന്നാണ്. അതായത് അയാൾ തൊട്ടും കണ്ടും കേട്ടും മണത്തും രുചിച്ചുമാണ് എല്ലാം പഠിക്കുന്നത്. അതായത് ഉള്ളിൽ നിന്ന് ഒന്നും വരുന്നില്ല, എല്ലാം എൻവയോൺമെന്റിൽ നിന്നാണ് കിട്ടുന്നത് എന്ന് വിശ്വസിക്കുന്ന ഫിലോസഫിയാണ്. ഓക്കെ ആണോ? നേരെ മറിച്ച് നോളജ് കംപ്ലീറ്റ്ലി ഉള്ളിൽ നിന്നാണ് വരുന്നതെന്ന് പറയുന്ന ഫിലോസഫിയാണ് നേറ്റിവിസം. ഓക്കെ ആണോ? അപ്പൊ നാളെ ഒരു ഫ്രീ ക്ലാസ് കൂടെ തരാൻ വേണ്ടി ഞാൻ ആഗ്രഹിക്കുന്നുണ്ട്, ഫസ്റ്റ് ചാപ്റ്റർ. അപ്പൊ നാളെയും കൂടെ ഫ്രീ ക്ലാസ് ആയിരിക്കും ഉണ്ടായിരിക്കുക. ഫസ്റ്റ് ചാപ്റ്റർ നമുക്ക് കംപ്ലീറ്റ് ചെയ്യാട്ടോ നാളെ. ഓക്കെ ആണോ? അപ്പൊ ഹോപ്പ് ദി ക്ലാസ് വാസ് പ്രൊഡക്റ്റീവ് ആൻഡ് ഇൻഫോർമേറ്റീവ്. അടുത്തൊരു സെഷനുമായി നമ്മൾ വീണ്ടും കാണാം. അത് സൈനിങ് ഓഫ്. Bye-bye. Thank you, ma'am.